നിങ്ങളൊരു ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഐറ്റമാണിത്. സ്ട്രോബെറിയും ഡാർക്ക് ചോക്ലേറ്റും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ഭയങ്കര ഹിറ്റാണെങ്കിലും ഈ പൊമഗ്രനേറ്റും ഡാർക്ക് ചോക്ലേറ്റും തമ്മിൽ ഇത്രയും ഒരു അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും എന്നുള്ളത് ഞാൻ ഈ അടുത്തിടയ്ക്കാണ് കേട്ടോ മനസ്സിലാക്കിയത്. ശരിക്കും ഞാൻ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു ക്രിസ്മസ് വൈബാണ് ഫീൽ ചെയ്യുന്നത്. ഈ കളർ കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു ഫീല് കൊണ്ടുവരുന്നത്. ഇന്നത്തെ നമ്മുടെ പരിപാടിയും ക്രിസ്മസ് റിലേറ്റഡ് ആണ്. നമ്മളൊരു ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാൻ പോവാണ്. എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ റീത്ത് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക എന്നുള്ളത്. ഇത്തവണ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് അല്ല, ഞാൻ ഓൾറെഡി ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ട് ഒരു ക്രിസ്മസ് റീത്ത് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാന്നാണ് ഞാൻ വിചാരിക്കണേ. അല്ലെങ്കിലും നമ്മൾ ഈ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യുന്ന ഐറ്റംസിനോട് എപ്പോഴും നമുക്കൊരു പ്രത്യേക ഇഷ്ടമായിരിക്കും. നമ്മൾ എന്തോരം കാര്യങ്ങൾ വാങ്ങിച്ച് ഡെക്കറേറ്റ് ചെയ്താലും നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സംഭവമാണെങ്കിൽ അതിക്കൂടെ ഇതിക്കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ അതിനെ നോക്കി ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിട്ടൊക്കെ ആയിരിക്കും നിൽക്കുക. അതൊരു വേറെ തന്നെ ഫീലാണ്. ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം നന്നായിട്ട് മനസ്സിലാവും. ഇത്രയും വർഷം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തിട്ടും ഞാൻ ദാ ഇങ്ങനത്തെ സംഭവം ആദ്യമായിട്ടാട്ടോ വാങ്ങിക്കുന്നത്. റീത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഐറ്റം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരെണ്ണത്തിന് 2 രൂപ 3 രൂപ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഇതിനകത്ത് മഷ്റൂമിൻ്റെ ഉണ്ട്, ഗോൾഡൻ കളർ ഉണ്ട്, സിൽവർ കളർ ഉണ്ട്. അതൊക്കെ കൂടി അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ നമ്മുടെ റീത്ത് കാണാൻ. പിന്നെ അതുപോലെ ഈ ഒരു കളർഫുൾ റോള് ഞാൻ വാങ്ങിച്ചത് 40 രൂപയ്ക്കാണ്. അതുകൊണ്ട് നമുക്ക് കുറേ ബോസും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ക്രിസ്മസ് റീത്ത് റെഡി ആയിട്ടോ.